ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാബ് ഫോർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഫസ്റ്റ് ഇയർ ആണ്, 2025 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി അപ്ലൈഡ് കൺസ്ട്രക്ഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നത് ഒറിജിൻ ആണ്. അപ്പോൾ O=0 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, വെറുതെ ഒന്ന് കൊടുക്കുന്നില്ലോ, അങ്ങനെ തന്നെ കൊടുത്തോളൂ. പറഞ്ഞ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അതിനുശേഷം ഓയിനെ ബേസ് ചെയ്തൊരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കുക. അതിന് വേണ്ടിയിട്ട് സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് 1 കൊടുത്തിട്ട് വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം 1 0 എന്നുള്ള പോയിന്റ് എ എന്ന് പറഞ്ഞ് പ്ലോട്ട് ചെയ്യുക. പിന്നെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് വിത്ത് മിനിമം 0 ആൻഡ് മാക്സിമം 2π വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ, 2πക്ക് 2pi എന്നും കൊടുക്കാം, അവിടെ ഉണ്ടാവും ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു. ഇനി നമ്മളൊരു ഇൻപുട്ട് കമാൻഡ് കൊടുക്കുകയാണ്. P റൊട്ടേറ്റ് ക്യാപിറ്റൽ എ കോമ സ്മോൾ എ കോമ ഒറിജിൻ O. ഓക്കെ, അപ്പോൾ ടൈപ്പ് ചെയ്യുക റൊട്ടേറ്റ് ക്യാപിറ്റൽ എ കോമ 0. O ആണ്, 0 അല്ല. ഓക്കെ, അപ്പോൾ P എന്നുള്ളൊരു പോയിന്റ് വരും. പിന്നെ OPയും OAയും ലൈൻ സെഗ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്ത് ഒരു ആംഗിൾ പോലെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം എക്ക് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ക്യാപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, എന്ന് തന്നെ കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ എ ക്രിയേറ്റഡ് ആയി. അതിനുശേഷം cos 1.8ൻ്റെ വാല്യൂ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, കാണിച്ചു. ഇനി അതിനുശേഷം ഇൻപുട്ട് ബോക്സിൽ 1.8 എന്ന് അടിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ എന്ത് വരും, കോസ് കമ്പോണൻറ്റ് വരും. ഓക്കെ, എക്സ് ആക്സിസിൽ കോസ് കമ്പോണൻ്റ് ആണ് വരിക, മീൻസ് എക്സ് ഇതെന്ന് പറയുന്നത് കോസ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ cos 1.8ൻ്റെ വാല്യൂ അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് കോസ് കണ്ടുപിടിക്കാനുള്ള വഴി. ഓക്കെ, എക്സ് ടേം കോസും വൈ ടേം സൈനും ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ കാണാനുള്ളത് സൈൻ -4.3 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം സൈൻ 4.3 കാണുക, ശേഷം വരുന്ന ഉത്തരത്തിനൊരു മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് -0.91 ഇതാണ്. അപ്പോൾ മൈനസ് ഇടുമ്പോഴേക്കും മൈനസും പ്ലസ് ആയി പോകുന്നു. അപ്പോൾ അങ്ങനെ വാല്യൂ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ സ്ലൈഡർ മാറ്റാതെ അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് കോട്ട് 4.3 കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോട്ട് എന്ന് പറയുന്നത് അറിയാം നമുക്ക്, കോസ് ബൈ സൈൻ ആണ്, അതായത് കോസ് കമ്പോണൻറ്റ്. അപ്പോൾ എക്സ് ഓഫ് പി ബൈ പൈ ഓഫ് പി. ഓക്കെ, അപ്പോൾ എന്താണ് കോട്ട് കിട്ടും. ഓക്കെ, കോസ് ബൈ സൈൻ ആണല്ലോ കോട്ട്. സോറി, ഇതിപ്പോൾ ഞാൻ ടാൻ വെച്ചിട്ടാട്ടോ പറയുന്നത്. കോട്ട് ആണെങ്കിൽ ഇങ്ങനെ ടാൻ വെച്ചിട്ട് നോക്കാം. ഇതിൽ ടാൻ ആണ്, പക്ഷെ ഇപ്പോൾ ചെയ്തപ്പോൾ ടാൻ ആയിപ്പോയി. അപ്പോൾ ടാൻ വെച്ചിട്ട് നോക്കാം. അല്ല, കറക്റ്റ്, സോറി, കോട്ട് തന്നെയാണ്. അപ്പോൾ എക്സ് ഓഫ് പി ബൈ വൈ ഓഫ് പി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ വാല്യൂ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോസ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A, എക്സ് ഓഫ് പി എന്നടിക്കുക. അതിനുശേഷം ഒരു പോയിന്റ് വരും. അപ്പോൾ അതിന് ട്രേസ് ഓൺ കൊടുത്തുകൊണ്ട് ആനിമേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് വരും. ഓക്കെ, അപ്പോൾ അത് കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. നമ്മൾ എന്ത് കമാൻഡ് കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും മനസ്സിലാകുന്ന കിട്ടുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.